നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വീണ്ടും കത്തുന്ന യുദ്ധഭൂമിയായി മാറുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ അവകാശവാദം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്ന്. US ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആണവശേഷികൾ വലിയ രീതിയിൽ തകരാറിലായതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 20 ദിവസത്തെ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ആണവ ഇന്ധനം സമ്പുഷ്ടമാക്കാനോ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ ഉള്ള കഴിവ് ഇറാന് ഇല്ല എന്നാണ് നെതന്യാഹു വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ആളുകൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന് ഉറപ്പില്ല എന്നും പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ മുഖം ഇനിയും കാണിച്ചിട്ടില്ല എന്നും ഭരണത്തലപ്പത്തെ വ്യക്തികൾക്കിടയിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നതായും നെതന്യാഹു അവകാശപ്പെട്ടു. ഞങ്ങൾ വിജയിക്കുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ശേഖരം വലിയ തോതിൽ തരം താഴ്ത്തപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളിപ്പോൾ നശിപ്പിക്കുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് എന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം നെതന്യാഹുവിന്റെ വാദത്തിന് അദ്ദേഹം തെളിവുകളൊന്നും നൽകിയില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. അന്താരാഷ്ട്ര ഏജൻസികളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത് ഇറാൻ ഇപ്പോഴും പൂർണ്ണമായി തകരാത്ത ശക്തിയാണ് എന്നത് തന്നെയാണ്. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ തകർത്തു എന്ന വാക്ക് രാഷ്ട്രീയ പ്രസ്താവനയോ യാഥാർത്ഥ്യത്തിന്റെ ഭാഗിക രൂപമോ എന്ന സംശയം ഉയരുകയാണ്. ഏകദേശം 3 ആഴ്ചത്തെ യുദ്ധമുണ്ടായിട്ടും ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ താഴെയിടാൻ ശ്രമിക്കുമോ എന്ന് പറയാൻ സമയമായിട്ടില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധം ഇതുവരെ വ്യോമാക്രമണങ്ങളിലൂടെയാണ് നടന്നിട്ടുള്ളതെങ്കിലും കരസേനയുടെ ഇടപെടൽ കൂടി ആവശ്യമാണ് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയില്ല. യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചെന്ന ആരോപണവും നെതന്യാഹു പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്നും ഭാവിയിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായും അതിനാൽ അത്തരം ആക്രമണങ്ങൾ തങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും നെതന്യാഹു വാദിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇപ്പോൾ ഈ യുദ്ധം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, ആഗോള ഊർജ്ജ വിപണി എന്നിവയെല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ പോരാട്ടം. എണ്ണവില ഉയരുന്നു, ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം വർദ്ധിക്കുന്നു, ലോക സാമ്പത്തിക വ്യവസ്ഥ തന്നെ സമ്മർദ്ദത്തിലാകും. അതിനാൽ നെതന്യാഹുവിന്റെ പ്രസ്താവന ഒരു വിജയം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ ശബ്ദമോ അതോ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള മുന്നറിയിപ്പോ എന്നതാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ ഇപ്പോഴും തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമാണ്. കൂടാതെ അവരുടെ ഭരണകൂടം തകരാതെ നിലനിൽക്കുന്നതും റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവകാശവാദങ്ങൾ യുദ്ധത്തിലെ പോരാട്ടത്തിന്റെ മറ്റൊരു ഭാഗവുമാകാം. വിജയത്തിന്റെ ചിത്രം സൃഷ്ടിച്ച് രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമവുമാകാം. എന്നാൽ നിലത്തുള്ള യാഥാർത്ഥ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും പ്രതികാരങ്ങളും മറ്റൊരു കഥയാണ് പറയുന്നത്. ഇപ്പോൾ ചോദ്യം ഒന്നാണ്, ഈ യുദ്ധം അവസാനത്തിലേക്കോ അതോ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കോ ആണോ നീങ്ങുന്നത്? ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മിഡിൽ ഈസ്റ്റ് വീണ്ടും ലോക രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ്.